ഗുഡ് മോർണിംഗ് എവരി വൺ. അക്കാഡമിക്സിൻ്റെ KAS കോഴ്സുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഇന്ത്യൻ പൊളിറ്റി എന്ന വിഷയത്തെക്കുറിച്ചുള്ളൊരു ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചർച്ചയിൽ നമ്മൾ ഇതിനു മുമ്പ് നിർത്തിയത് എവിടെയായിരുന്നു? കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അല്ലേ. കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ രൂപീകരണം, കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, അതിലെ വ്യക്തിത്വങ്ങളെക്കുറിച്ച്, അവരുടെയൊക്കെ പ്രത്യേകതകളെക്കുറിച്ച്, ഇവയെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിന് തൊട്ട് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1949 അല്ലേ, 1949 നവംബർ 26 നമ്മൾ എന്ത് ചെയ്യുകയുണ്ടായി? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുകയുണ്ടായി അല്ലേ. നമ്മൾ അഡോപ്റ്റ് ചെയ്തു നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിലവിൽ വന്നു? 1950 അല്ലേ. 1950 റിപ്പബ്ലിക് ഡേ 1950 ജനുവരി 26 ഇന്ത്യ എന്തായി മാറി? ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറി അല്ലേ. സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് അല്ലേ, ഒരു സോവറിൻ റിപ്പബ്ലിക്കായിട്ട് മാറി നമ്മൾ ഈ ഒരു ഡേറ്റിൽ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിരിക്കുന്നു. ഇനി നമുക്ക് എന്ത് അറിയേണ്ടതുണ്ട്? എന്തെല്ലാമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷതകൾ എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട ഭാഗമാണ്. നിങ്ങളിപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു SSC പോലെയുള്ള പല എക്സാമുകളും നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സാലിയൻ ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു അധ്യായം നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ 3 ക്ലാസ്സൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അതോടുകൂടിയിട്ട് പല എന്താ പറയുക ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. ആ ഐഡിയാസ് പറയുന്നതിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഐഡിയാസ് നമ്മൾ ചർച്ച ചെയ്യുന്നതിലൂടെ അതിനിടയിൽ പറയുന്ന പല വിശേഷങ്ങളുമാണ് ബേസിക്കലി എന്ത് ചെയ്യാറുള്ളത്, പലപ്പോഴും എക്സാമുകളിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത്. അതിന് കാരണം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയാം അല്ലെ. അതിൻ്റെ എന്താണ് ഈ ഒരു ഭരണഘടന കൊണ്ട് നമ്മളുടെ ഈ ഭരണഘടന നിർമ്മിച്ചെടുത്ത നമ്മളുടെ ആചാര്യന്മാരായിട്ടുള്ള ഇവരെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? ഭാരതം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഭാരതത്തിൻ്റെ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റി ഏത് ഫിലോസഫിയിൽ അധിഷ്ഠിതമായിരിക്കണം അല്ലേ. അതായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ആ ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാകും? ആകെ കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒന്നാകെയുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കും അല്ലേ. അപ്പം നിങ്ങൾ കാണും നമ്മൾ ഓരോ ഫീച്ചേഴ്സ് ആയിട്ടുള്ള അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതിൻ്റെ ഒരു ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു സവിശേഷത മുതൽ നമ്മൾ തുടങ്ങിയിട്ട് അതിൻ്റെ ഭരണപരമായ രീതികളിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഈ ഒരു ചർച്ച നടക്കുന്ന ആ സമയത്ത് ഇവ ഓരോന്നും വിശദീകരിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് പല ചെറിയ പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയും. ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ പലപ്പോഴായിട്ട് ചോദ്യങ്ങളായിട്ട് അവ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ ഈ സേലിയൻ ഫീച്ചേഴ്സ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾക്ക് ഏറ്റവും എന്താ പറയുക സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണത്. കാരണം നമ്മൾ എന്താണ് പറയുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് ഫിലോസഫിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക, നോട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കൃത്യമാണല്ലോ. ഇനി ഈ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഈ സാലിയൻ ഫീച്ചേഴ്സിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിക്കുന്നത്? ഒന്നാമത്തെ തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്, ഈ സവിശേഷതകൾ തന്നെയാണ്. നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വലുപ്പത്തിനെ കുറിച്ച്, അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ജുഡീഷ്യറി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റ് എങ്ങനെയാണ്, അത് റിജിഡ് ആണോ ഫ്ലെക്സിബിൾ ആണോ തുടങ്ങിയ പല ഫീച്ചറുകളുണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുകൾക്കുമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്താ പറയുക അടിസ്ഥാനമായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടിരുന്നു എന്തായിരുന്നു ക്രിറ്റിസിസങ്ങൾ. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചുള്ള ക്രിറ്റിസിസമാണ് കണ്ടത്? കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയെ കുറിച്ചുള്ള ക്രിറ്റിസിസമാണ് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്നൊക്കെ കളിയാക്കി എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് കാലമെടുത്താണ് എന്ത് ചെയ്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിയത് തുടങ്ങിയ ക്രിറ്റിസിസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സമിതിയെക്കുറിച്ചുള്ള ക്രിറ്റിസിസങ്ങളായിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ ക്രിറ്റിസിസങ്ങളായി പഠിക്കുന്നത് എന്താണ്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് തന്നെയുള്ള ക്രിറ്റിസിസങ്ങളായിരിക്കും. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളായിട്ടുള്ള ഷെഡ്യൂളുകളെക്കുറിച്ച് അല്ലെ, 12 ഷെഡ്യൂളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 12 ഷെഡ്യൂളുകളെക്കുറിച്ചും അവയിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്ന കാര്യവും പ്രധാനമായി നമ്മളുടെ
കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കറിയാം അല്ലേ, പല പല കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവയുടെ നല്ല കാര്യങ്ങൾ ഇങ്ങോട്ട് നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സോഴ്സുകളുമുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മുതൽ വിവിധ രാജ്യങ്ങളുടെ, കാനഡ ആവട്ടെ, ബ്രിട്ടൻ ആവട്ടെ, US ആവട്ടെ, ഐറിഷ് ആവട്ടെ, വെയ്മർ റിപ്പബ്ലിക് ആവട്ടെ, ഈ രീതിയിൽ പല പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തുന്നിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഫീച്ചേഴ്സിൽ തുടങ്ങി ക്രിറ്റിസിസങ്ങളിലൂടെ പോയി ഷെഡ്യൂളുകളെ കുറിച്ചും കൂടി കണ്ട് സോഴ്സുകളെ കുറിച്ച് കൂടി പഠിച്ച് ചർച്ച ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാലിയൻ ഫീച്ചേഴ്സ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചർച്ച കേൾക്കുക, മനസ്സിലാക്കുക, കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമുക്കപ്പോൾ ഇനി വൈകിക്കാത്ത കാര്യങ്ങൾ തുടങ്ങുകയല്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഭരണഘടന എങ്ങനെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്? അത് ഓൾമോസ്റ്റ് എന്താ പറയുക, എല്ലാ രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊരു കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ഭരണഘടനയാണോ നമ്മുടേത്? തീർച്ചയായിട്ടുമല്ല. കാരണം എന്താണ്, നമ്മളുടെ ഭരണഘടനയ്ക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന യുണീക്ക് ആയിട്ടുള്ള സവിശേഷതകളും എവിടെയുണ്ട്, നമുക്കുണ്ട്. നമ്മൾ പുറത്തു നിന്നുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ് എന്ത് ചെയ്തു, നമ്മൾ എടുത്തു. എന്നിട്ട് ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇന്ത്യനൈസ് ചെയ്തു അല്ലെ. നമ്മൾ അതിനെ ഇന്ത്യക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക, എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ്, 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യ വളരെയധികം ശക്തമായൊരു രാജ്യം ആയി മാറിയ ശേഷം അല്ലേ, സ്വാതന്ത്ര്യത്തിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെടുന്ന ഒരു സമയത്ത്, ഇത് തയ്യാറാക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയുടെ സ്ഥിതി നിങ്ങൾക്കറിയാം അല്ലേ. ദരിദ്രരായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ദരിദ്രരായിട്ടുള്ള, വോട്ടിംഗ് റൈറ്റുകളൊന്നും മര്യാദയ്ക്ക് കിട്ടാട്ടുള്ള, നിരക്ഷരരായിട്ടുള്ള അല്ലെ, എന്താ പറയുക, കൊളോണിയലിസത്തിന്റെ എല്ലാ വിധത്തിലുള്ള തിക്തഫലങ്ങളും അനുഭവിച്ച് ഏറ്റവും എന്താ പറയുക അടിത്തട്ടിലേക്ക് താണുപോയ ഒരു രാജ്യമായിരുന്നു ഭാരതം, ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ മതപരമായിട്ടുള്ള ഡിവിഷനുകൾ കൊടികുത്തി വാഴുന്ന, വർഗീയ കലാപങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്, നമ്മളുടെ ഭരണഘടനാ അസംബ്ലിയിലുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ ക്രിറ്റിസിസങ്ങളുടെയും മുകളിലായിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഇത്രയും കാലം എല്ലാ ആളുകളും എന്താണ്, ബാൾക്കനൈസേഷൻ നടക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് അല്ലേ. എല്ലാ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സും എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കാണാൻ പോകുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ ബാൾക്കനൈസേഷൻ നടക്കും. ബാൾക്കനൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ് ബാൾക്കനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെറിട്ടറി പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകുന്നതിനാണ് ബാൾക്കനൈസേഷൻ എന്ന് പറയുക. നമ്മൾ യൂറോപ്പിലെ വേൾഡ് വാറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ബാൾക്കനൈസേഷൻ നടന്നോ? നടന്നില്ല. ഇന്ത്യ എല്ലാ രാജ്യങ്ങളെയും മറ്റു രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്, മുന്നോട്ട് വളരുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കാര്യം എന്ത് തന്നെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിൻ്റെ ഐഡിയാസ് എന്താണ്, വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, തുടർച്ചയായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, അമെൻമെൻറ്റുകൾക്ക് വിധേയമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള സവിശേഷതകൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കാണാൻ പോവുകയാണ് ഇപ്പോൾ. അതായത് ബേസിക്കലി നമ്മളുടെ ഹോൾ പൊളിറ്റി കോഴ്സിൽ നമ്മൾ എന്തെല്ലാം പഠിക്കുമെന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സാലിയൻ ഫീച്ചേഴ്സിൻ്റെ ഈ മൊത്തം ക്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, സാലിയൻ ഫീച്ചേഴ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ നമുക്ക് എടുക്കാം. എന്താണത്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയാണ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. എന്താണ്? ഏറ്റവും നീളമേറിയ, ഏറ്റവും വലിപ്പമേറിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് അത് ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ ഭരണഘടനയാണ്. അപ്പോൾ നിങ്ങൾ ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. ചിലർക്കെങ്കിലും തോന്നിയിരിക്കാം, ഇതെന്താണ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പോരെ, ഇതെന്തിനാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൂടി പറയുന്നത്, എന്താവശ്യം? അതിന് കാരണം എന്താണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. എന്താണ്? ഇവിടെ എഴുതപ്പെട്ട ഭരണഘടനകൾ മാത്രമല്ല ഭൂമിയിലുള്ളത് അല്ലെങ്കിൽ ലോകത്തിലുള്ളത്, എഴുതപ്പെടാത്ത അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുകളും കൂടിയുള്ള ഭരണഘടനകൾ എവിടെയുണ്ട്? ചില രാജ്യങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മളെ ഭരിച്ചിരുന്ന യുണൈറ്റഡ് കിങ്ഡം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. UK എന്തില്ല? ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, ഇതെങ്ങനെയാണ് ശരിയാവുക, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടേ, എവിടെ നോക്കിയിട്ടാണ് ഇവർ നിയമങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ വായിച്ച് ഒരു കോടതിയിൽ പോയിട്ട് വാദിക്കുകയാണെങ്കിൽ ഈ നിയമങ്ങളൊക്കെ ഭരണഘടന നോക്കിയിട്ട് നിയമങ്ങൾ ഇതാ ഇന്ന ആർട്ടിക്കിൾ പ്രകാരം ഇത് ശരിയാണ്, ഇന്ന ആർട്ടിക്കിൾ പ്രകാരം ഇത് തെറ്റാണ്, ഇതാ ശിക്ഷ വിധിക്കുന്നു എന്നൊക്കെ പറയണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടാകും. ശരിയായ സംശയമാണ്. പക്ഷേ നിങ്ങളത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ റിട്ടൺ, അൺറിട്ടൺ എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും ശരിയായിട്ടുള്ളൊരു വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അൺകോഡിഫൈഡ് എന്നാണ് നമ്മൾ പറയേണ്ടത്. എന്താണ് അൺകോഡിഫൈഡ്? ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയുക, റിട്ടൺ അൺറിട്ടൺ എന്നൊക്കെയാണ് വരിക. പക്ഷെ അൺകോഡിഫൈഡ് എന്നാ പറയുക. എന്ത് ചെയ്തിട്ടില്ല ഇതിനെ? കോഡിഫൈഡ് അല്ല എന്നാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതായത് UK ഇതിന്റെ അർത്ഥം അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ആര് പറയുന്ന എന്ത് നിയമങ്ങളും നടപ്പിലാക്കാമെന്നാണോ? അവിടുത്തെ ആളുകൾക്ക് മൗലിക അവകാശങ്ങൾ ഇല്ല എന്നൊക്കെയാണോ ഇതിന്റെ അർത്ഥം? തീർച്ചയായിട്ടുമല്ല. ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്ത്യയെക്കാളും എത്രയോ ശക്തമായിട്ടുള്ള എന്താ പറയുക ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നിലവിലുള്ള ഒരു ഭാഗം തന്നെയാണ്. നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വളരെയധികം എളുപ്പമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇത്, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. പക്ഷേ അൺറിട്ടൺ എന്നതുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിഫൈഡ് ആയിട്ടില്ല. അതായത് ഒരു സിംഗിൾ ബുക്ക്, ഒരു സിംഗിൾ ഡോക്യുമെന്റ് എടുത്ത് കാണിച്ചിട്ട് എന്ത് പറയാൻ പറ്റില്ല? ഇതാണ് ഞങ്ങളുടെ കോഡിഫൈഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എവിടെ പറയാൻ പറ്റില്ല? UK പറയാൻ പറ്റില്ല. UK പല സ്റ്റാറ്റ്യൂട്ടുകൾ, അതായത് നിയമങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള കോടതി വിധികൾ, കോർട്ട് ജഡ്ജ്മെന്റ്സ് വന്നിട്ടുണ്ടാകും. വിവിധങ്ങളായിട്ടുള്ള ട്രീറ്റീസ് ഉണ്ടാകും. അല്ലെങ്കിൽ എന്താ പറയുക, പാർലമെന്ററി കൺവെൻഷൻസ് എന്ന് പറയും. കൺവെൻഷൻസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പാർലമെന്ററി കൺവെൻഷൻസ് എന്ന് വെച്ചാൽ രീതികൾ അല്ലെ, അതായത് ശീലിച്ചിട്ടുള്ള രീതികൾ. ഇവയിലെല്ലാം ഒന്നിച്ച് ചേർന്നാണ് എന്തായിരിക്കും UK കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കുന്നത്, അവിടുത്തെ ഭരണഘടന എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അതായത് എന്തില്ല, ഇന്ത്യയിലെ പോലെ കോഡിഫൈ ചെയ്യപ്പെട്ട എന്തില്ല, ഒരു സിംഗിൾ ബുക്ക്, സിംഗിൾ എന്താ പറയുക എൻറ്റിറ്റി അല്ല എന്ത്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പറയുമ്പോൾ റിട്ടൺ അൺറിട്ടൺ എന്നൊക്കെ പറയുമെങ്കിലും ബേസിക്കലി ഇതിന്റെ അർത്ഥം എന്താണ്? കോഡിഫൈഡ് ആൻഡ് അൺകോഡിഫൈഡ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ UK ആക്ച്വലി എന്താണ്? അൺകോഡിഫൈഡ് ആണ്. അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ, എഴുതപ്പെട്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എന്താണ്, വിവിധങ്ങളായിട്ടുള്ള ലെജിസ്ലേഷൻസ് നടക്കുമ്പോൾ, സ്റ്റാറ്റ്യൂട്ടുകൾ അതായത് നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, കോർട്ട് ജഡ്ജ്മെന്റുകൾ വരുമ്പോൾ ഇതെല്ലാം എന്താകും? ഇതെല്ലാം ഓരോ നിയമത്തിലേക്ക് എന്ത് ചെയ്യും? കോൺട്രിബ്യൂട്ട് ചെയ്യും. ഭരണഘടനയുടെ ഒരു രീതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ പല ഇടങ്ങളിലായിട്ട് പല ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം എന്തല്ല? കോഡിഫൈഡ് ആയിട്ട് ഒരു സിംഗിൾ ബുക്കിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് UK എന്ന് നമ്മൾ പറയുന്നത്. UK മാത്രമല്ല, ന്യൂസിലൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇസ്രായേൽ ഉണ്ട്. ഇവർക്കെല്ലാം എങ്ങനെ തന്നെയാണ്? ഇതുപോലത്തെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നാൽ USA, അമേരിക്കയിൽ എങ്ങനെയാണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യയിൽ എങ്ങനെയാണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ? അപ്പോൾ അൺറിട്ടൺ ആൻഡ് റിട്ടൺ എന്നുള്ളതിന്റെ വ്യത്യാസം, ആ വാക്കുകൾ അൺറിട്ടൺ റിട്ടൺ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ബേസിക് ഐഡിയ എന്താണ്? കോഡിഫൈഡ് ആൻഡ് അൺകോഡിഫൈഡ് എന്നാണ് എന്ന് കൂടി കൂട്ടുകാരെന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ ആ കാര്യം? ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് നിലവിൽ 470 ആർട്ടിക്കിളുകൾ എവിടെയുണ്ട്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അത് 25 പാർട്ടുകളായിട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? ഇനി ഇവയിലെല്ലാം ആർട്ടിക്കിളുകൾ ഓരോന്നിനെ കുറിച്ചും ഓരോ കാര്യങ്ങൾ പറയും അല്ലേ? ഇവയിൽ ചില ആർട്ടിക്കിളുകൾ, അതായത് ഇപ്പോൾ ആദ്യത്തെ ഒരു ഒന്നാമത്തെ പാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പറയും? ഇന്ത്യ എന്ന രാജ്യത്തിനെ കുറിച്ചും അതിലുള്ള സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റ്സിനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ ഇത് ഏതെല്ലാം സ്റ്റേറ്റുകളാണ് തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും? വേറൊരു സ്ഥലത്ത് ഷെഡ്യൂളുകളായി തിരിച്ചിട്ട് ഓരോ ഷെഡ്യൂളിലും ഇങ്ങനെ ഓരോരോ സവിശേഷതകൾ നമ്മൾ പറയുന്നുണ്ട്. അതിലിപ്പോൾ ഒന്നാമത്തെ ഷെഡ്യൂൾ നോക്കിയാൽ നമുക്ക് അവിടുത്തെ എന്ത് കാണാൻ പറ്റും? ഇതുപോലത്തെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റ് കേൾക്കാം. അപ്പോൾ ആ രീതിയിൽ 12 ഷെഡ്യൂളുകൾ എന്തുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ 470 ആർട്ടിക്കിളുകളുണ്ട്. 25 പാർട്ടുകളായിട്ടാണ് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കാണാൻ സാധിക്കുന്നത്. 12 ഷെഡ്യൂളുകളും ഇതിൻ്റെ ഭാഗമാണ്. ചില സവിശേഷപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ചില സ്ഥലങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ നമ്മളുടെ ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച്, ഇത്തരത്തിലുള്ള പല പല ലിസ്റ്റുകളും എവിടെയായിട്ട് കാണാം? ഓരോരോ ഷെഡ്യൂളുകളിലായിട്ട് നമുക്ക് കാണാം. ഈ രീതിയിൽ 12 ഷെഡ്യൂളുകളുമുണ്ട്. നമ്മളുടെ ഭരണഘടന തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നോ? അല്ല. നമുക്കറിയാം എന്താണ്, പല പല അമെൻമെന്റുകളും നടന്നിട്ടുണ്ട്. നമ്മളുടെ തുടക്കത്തിൽ എത്രയായിരുന്നു? 395 ആർട്ടിക്കിളുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പല ആർട്ടിക്കിളുകളും എന്ത് ചെയ്തു? റദ്ദാക്കപ്പെട്ടു. അതിനേക്കാൾ കൂടുതൽ ആർട്ടിക്കിളുകൾ എന്ത് ചെയ്തു? ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ 395 ആർട്ടിക്കിളിൽ നിന്ന് ഇപ്പോൾ 470 ആർട്ടിക്കിളായി. 22 പാർട്ടുകളാണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 25 പാർട്ടുകളായിട്ട് മാറി.
8 ഷെഡ്യൂളുകളിൽ നിന്ന് എന്തായി 12 ഷെഡ്യൂളുകളായിട്ട് മാറി. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങൾ കാര്യവിധേയമായിട്ടുണ്ട്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിധേയമായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം ഈ രീതിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് വളരെ ബൾക്കി ആയിട്ടുള്ള, വളരെയധികം ലെങ്തി ആയിട്ടുള്ള ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയം തോന്നും, എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അല്ലെ? വൈ, റീസൺസ് വേണം, അല്ലെ? എന്താണ് ഈ ബൾക്കിനെസ്സിന് കാരണം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ്, 4 ഹെഡിങ്ങുകളാണ് നിങ്ങളോട് പറയാൻ സാധിക്കുക. എന്തെല്ലാമാണത്? ഒന്നാമത്തേത് തീർച്ചയായും നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. എന്താണത്? ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. എന്താണ്? നമ്മളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. നമ്മുടെ രാജ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം, ഒരു വാസ്റ്റ് ആയിട്ടുള്ള, വളരെയധികം വിസ്താരമേറിയ ഒരു രാജ്യം തന്നെയാണ് നമ്മളുടേത്. എന്നാൽ നമ്മളെപ്പോലെ വലിപ്പമേറിയ രാജ്യങ്ങൾ വേറെയുമുണ്ടല്ലോ. അവയിലേക്കാളും അത്തരം രാജ്യങ്ങളിലേക്കാളും കൂടുതൽ കടന്നു നിൽക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണ്? ഈ വിസ്തൃതിയേറിയ രാജ്യത്ത് നമ്മളുടെ ജനങ്ങൾ എങ്ങനെയാണ്? വളരെ ഡൈവേഴ്സ് ആണ്. അത് നിങ്ങൾ ഏതൊരു കാര്യം എടുത്തോളൂ, നിങ്ങൾ മതപരമായിട്ടുള്ളത്, ട്രഡീഷണൽ ആയിട്ട്, കൾച്ചറൽ ആയിട്ടുള്ളത്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ളത്, വിശ്വാസപരമായിട്ടുള്ള ഏത് കാര്യം നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും, വസ്ത്രങ്ങളാവട്ടെ, വിശ്വാസ പ്രമാണങ്ങളാവട്ടെ, ഏതൊരു രീതി എടുക്കുകയാണെങ്കിലും അതെങ്ങനെയാണ്? അതിഭീകരമായിട്ടുള്ള, ഭീകരം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം, അത്രയധികം ഡൈവേഴ്സ് ആണ് എവിടെ? നമ്മളുടെ ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് ജിയോഗ്രഫി ഒരു വലിയ കാര്യമാണ്, അല്ലേ? ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ പണ്ട് SSCയുടെ ഭാഗമായിട്ടുള്ള ജിയോഗ്രഫി നമ്മളുടെ കോഴ്സ് പഠിച്ച സമയത്ത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള പല ഉദാഹരണങ്ങളിലൂടെയും നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ജിയോഗ്രഫി എങ്ങനെയാണ് ജനവിഭാഗങ്ങളെ എഫക്ട് ചെയ്യുക എന്നുള്ളത്, അല്ലേ? നമ്മൾ അഫ്ഗാനിസ്ഥാന്റെ, അതുപോലെ തന്നെ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ കഥകളൊക്കെ ആ സമയത്ത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അതിഭയങ്കരമായിട്ടുള്ള എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ഡൈവേഴ്സിറ്റിയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ജനവിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്രയധികം ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ ഭരണഘടനയും അതിനനുസരിച്ച് വലിപ്പം കൂടിയതായി മാറുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഒന്നാമത്തെ കാരണം മനസ്സിലായി. ഇനി രണ്ടാമത്തെ കാരണം നോക്കൂ, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരു കാര്യമാണ്, അതൊരു ആക്ടാണ്, നമ്മൾ പഠിച്ച ആക്ടാണ്. ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിങ്ങൾ ഊഹിക്കുന്നുണ്ടോ? അതായത് 37 ഇലക്ഷനിലേക്ക് നയിച്ച നമ്മളുടെ ഒരു ആക്ട് ആണ്. ഡയാർക്കി എല്ലാം എന്ത് ചെയ്തു? അവര് അബോളിഷ് ചെയ്ത ആക്ട്, അല്ലെ? നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 1935 ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. നിങ്ങൾ ഈ സമയത്ത് ആലോചിക്കുക. പിന്നീട് ഇലക്ഷനിലേക്കൊക്കെ എന്ത് ചെയ്ത നയിച്ച ആക്ട്, റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾക്ക് ശേഷം വന്ന ആക്ട്. അപ്പൊ ഈ രീതിയിൽ വന്ന ഈ ആക്ട് എങ്ങനെയായിരുന്നു? ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വളരെയധികം ബൾക്കി ആയിരുന്നു, വളരെയധികം വലിപ്പമേറിയ ഒരു ആക്ട് ആയിരുന്നു ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് പലരും പറയാറുണ്ട്, ഏതാണ്ട് നമ്മളുടെ ഭരണഘടനയുടെ പകുതി എന്താണ് ഇപ്പോഴും 1935 ഈ ആക്ടിൽ നിന്ന് എന്താ പറയുക, കടമെടുത്ത, അല്ലെങ്കിൽ അത് ഏതാണ്ട് അതുപോലെ തന്നെ പകർത്തി വെച്ച പോലെയൊക്കെ തന്നെയാണ് നമ്മളുടെ പകുതി ഭരണഘടന എന്ന് പലരും എന്ത് ചെയ്യാറുണ്ട്? ഇപ്പോൾ അഭിപ്രായപ്പെടാറുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇത്രയധികം ബൾക്കി ആയതുകൊണ്ടാണ് എന്തായത്? ഈ ഒരു രീതിയിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഭരണഘടന ബൾക്കി ആയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു തമ്മിലുള്ള റിലേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ് ബേസിക്കലി എന്ത് കൊടുത്തിരിക്കുന്നത്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സ്ട്രക്ചർ. എന്താണ് ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ സ്ട്രക്ചർ കടമെടുത്തത് എന്ന് വെച്ചാൽ നിങ്ങൾ കാണും ഇനി വരുന്ന സമയത്ത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അപ്പൊ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്? നമ്മളുടെ ഒരു ബൾക്കിനെസ്സിന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫൈൻ. അപ്പൊ 2 കാരണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമത്തെ കാരണം. മൂന്നാമത്തെ എന്താണ്? സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് സെന്ററിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടും എങ്ങനെയാണ്? ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയമായി, അതെങ്ങനെയാ? എല്ലാവരുടെയും അങ്ങനെയല്ലേ? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഒരു രാജ്യത്തുണ്ടാവുക? ഉദാഹരണം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ.
ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ വരുന്നത് വരെ 2019 ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ വരുന്നത് വരെ എങ്ങനെയായിരുന്നു? ജമ്മു ആൻഡ് കാശ്മീരിന് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിന് വേറൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ഇനി ജനറലി ഇപ്പോഴുമുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഉദാഹരണം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അല്ലെ? USA കാര്യം എങ്ങനെയാണ്? USA ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനുമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? അവിടുത്തെ 50 സ്റ്റേറ്റുകളുണ്ട്, അല്ലെ? 50 സംസ്ഥാനങ്ങളുണ്ട്. ഈ 50 സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്? അവരവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. പലപ്പോഴും ഈ USA കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ അതിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3500 4500 വാക്കുകളേ ഉള്ളൂ. എവിടെ? ഈ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ, രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതാണ്ട് 4000-നടുത്തോ മറ്റേ വാക്കുകളേ ഉള്ളൂ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷനിൽ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് അവരൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, അല്ലെ, വലിപ്പത്തിന്റെ കാര്യത്തിൽ. പക്ഷേ ഈ സ്റ്റേറ്റുകൾക്ക് എങ്ങനെയാണ്? അവരുടെ സാധാരണ നിയമങ്ങളാവട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളാവട്ടെ, ഇവർക്കെല്ലാം സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അവയ്ക്ക് എന്താണ്? ഈ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് USA കേന്ദ്രത്തിന്റെ സെൻട്രൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനേക്കാൾ വലിപ്പമേറിയതാണ് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളുടെയും കോൺസ്റ്റിറ്റ്യൂഷനുകളും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഈ രീതിയിൽ USA അപ്പോൾ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ചെറുതാണ്. കാരണം എന്താണ്? സ്റ്റേറ്റുകൾക്ക് എന്താണ്? വളരെയധികം പവർ കൂടുതലാണ് USA. അസാധ്യമായിട്ടുള്ള പവറാണ് ഇവിടെ USA ഉള്ളത് സ്റ്റേറ്റുകൾക്ക്. അപ്പോൾ ഈ സ്റ്റേറ്റുകൾക്ക് ഇത്തരത്തിൽ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും USA ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചെറുതാണ്. ഇനി നമുക്ക് അങ്ങനെയാണോ? നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ പൊളിറ്റി എങ്ങനത്തെയാണ്? പൊളിറ്റി സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെ? സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെയുള്ളത്. അതായത് സെൻറ്ററിനും സ്റ്റേറ്റിനും കൂടി ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ എല്ലാവരുടെയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സോ എന്താണ് റിസൾട്ട്? ദ റിസൾട്ട് ഈസ് ദ ബൾക്കിനെസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി 4ാമത്തെ കാരണം നോക്കൂ. 4ാമത്തെ കാരണം രസകരമായിട്ടുള്ളൊരു കാരണമാണ്, പക്ഷേ എന്താണ്? വളരെയധികം വിമർശന വിധേയമായിട്ടുള്ള ഒരു കാരണം കൂടിയാണ്. എന്താണത്? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കംപ്ലീറ്റ് ആരായിരുന്നു? ലീഗൽ ലൂമിനറീസ് ആയിരുന്നു. നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തോളൂ. നെഹ്റു മുതലെടുക്കുക, അംബേദ്കർ ഉണ്ട്, നമുക്കറിയാം, പട്ടേൽ ഉണ്ട്. അതിനുള്ളിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും എന്തായിരുന്നു? ലീഗൽ ലൂമിനറീസ് ആയിരുന്നു. വളരെയധികം കഴിവുറ്റ ആശയം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള വക്കീലന്മാരായിരുന്നു ബേസിക്കലി എല്ലാവരും. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ ഡൊമിനൻസ് കാരണം തന്നെ ഈ ഒരു ലീഗൽ ഡോക്യുമെന്റ് എഴുതപ്പെട്ടത് എങ്ങനെയായിരുന്നു? ശരിക്കും എന്താ പറയുക, ലീഗലി വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് വരെ, അതായത് നിയമപരമായിട്ടുള്ള കാര്യം മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് വരെ എന്ത് ചെയ്യുകയാണ്? അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവര് ഇത് എഴുതി അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ട് ഇതിൻ്റെ വലിപ്പം എന്ത് ചെയ്യുന്നു? വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഡീറ്റെയിൽഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ്. അതുപോലെ തന്നെ സാധാരണ ഇപ്പം മോഡേൺ ഡെമോക്രസീസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? പല ഓർഡിനറി ലെജിസ്ലേഷൻസും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പാർലമെന്ററി കൺവെൻഷൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവിടെ UK എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ നടക്കുന്നത്. അതായത് കൃത്യമായിട്ട് എല്ലാത്തിനും എന്ത് ചെയ്യില്ല? റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. കൺവെൻഷൻസ് സാധാരണ എങ്ങനെയാണ് ഇത് ചെയ്യാറുള്ളത്? ആ കൺവെൻഷൻ എന്താണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും? പലപ്പോഴും കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ കൺവെൻഷനലായിട്ട് കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ഓർഡിനറി ലെജിസ്ലേഷൻ നടത്തുന്ന രീതി, സാധാരണ നിയമങ്ങൾ ഉണ്ടാക്കില്ലേ, ഇതുപോലത്തെ എന്താ പറയുക, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കാര്യങ്ങളല്ലാതെ നമ്മളുടെ സാധാരണമായ നിയമങ്ങളുണ്ടല്ലോ, അത്തരം നിയമങ്ങൾ, നോർമൽ ലെജിസ്ലേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? സാധാരണ രീതിയിൽ രാജ്യങ്ങൾ എന്ത് ചെയ്യും? ആ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ് ഡീൽ ചെയ്യുക. പക്ഷേ ഈ കാര്യങ്ങൾ പോലും, ഓർഡിനറി ലെജിസ്ലേഷൻസ്, കൺവെൻഷൻസ്, ഈ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെന്റിൽ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഡൊമിനൻസ് ഓഫ് ലീഗൽ ലൂമിനറീസ് തന്നെ. അപ്പോൾ ഈ കാര്യം കൊണ്ടുകൂടി എന്ത് ചെയ്യുകയാണ്? ബൾക്കിനെസ്സിലേക്ക് നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നടന്നു നീങ്ങുകയാണ്. അപ്പോൾ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബൾക്കിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടേത് എന്ന് പറയുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എവിടെയുള്ളത്? UK, ന്യൂസിലൻഡ്, അതുപോലെ തന്നെ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ളത്. എന്നാൽ നമ്മുടേത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടേത് എന്നും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ കൃത്യമാണല്ലോ? ആ പോയിന്റ് ഏതാണ്ട് ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത സവിശേഷതയിലേക്ക് പോകാം. അടുത്ത സവിശേഷത എന്താണ്? നമ്മളത് ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താണ്? ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. അതായത് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന്, വിവിധങ്ങളായിട്ടുള്ള ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഭരണഘടനകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്.
ഇത് നമ്മൾ ഒളിപ്പിച്ച് വെച്ച് ചെയ്തതൊന്നുമല്ല. ആക്ച്വലി എന്താണ്, നമ്മളുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള അംബേദ്കർ തന്നെ എന്ത് പറയുന്നുണ്ട്, നമ്മൾ എല്ലാ നമ്മളുടെ എന്താ പറയുക, ലോകത്ത് കിട്ടുന്ന സകല കോൺസ്റ്റിറ്റ്യൂഷനുകളെ എടുത്ത് മലർത്തിയിട്ട് തിരിച്ചിട്ട് കുടഞ്ഞ് എന്ത് ചെയ്യുകയാണ്, നമ്മൾ പരിശോധിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു ന്യൂ എറയായിരുന്നു അല്ലേ നമ്മളുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ, ഒരു പുതിയ കാലം പിറക്കുകയാണ്. എന്നാൽ ഈ രാജ്യമാവട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിലാവട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, സാമ്പത്തികമായിട്ടാവട്ടെ, ജാതീയമായിട്ടാവട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ടാവട്ടെ, പല രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഇൻഫന്റ് കൺട്രിക്ക്, ഒരു പുതിയ രാജ്യത്തിന് എന്താവശ്യമുണ്ട്, ശക്തമായിട്ടുള്ള ലോകത്തിലെ എല്ലാ വിധത്തിലും ആ കാലത്ത് നിലവിൽ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഭരണഘടന തന്നെ കൊടുക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഭരണഘടനകളിൽ അന്ന് നിലവിലുള്ള ഏറ്റവും നല്ല ആശയങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇന്ത്യക്ക് പറ്റുന്ന രീതിയിൽ സ്വീകരിച്ചതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഭരണഘടനാ ശില്പികൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വേരിയസ് സോഴ്സുകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അതായത് പല പല സവിശേഷതകളുണ്ട്. നമ്മൾ ഒരു രാജ്യത്തിനെ എടുക്കും, ആ രാജ്യത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത്, അടുത്ത രാജ്യം എടുക്കും, അതിൽ നിന്ന് എന്തെല്ലാമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും അവസാനം എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായി കാണുന്നതായിരിക്കും. അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ആശയം മാത്രം മനസ്സിലാക്കുക. അതിനൊപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, സ്ട്രക്ചറൽ പാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറൽ പാർട്ട് നമ്മൾ എവിടെ നിന്നായിരുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. നമ്മൾ വളരെ ലെങ്ത് കൂടി അല്ലെ, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ലെങ്തി ആയത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടായിരുന്നു, ആ സ്ട്രക്ചർ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് എടുത്തത്. അതുകൊണ്ടാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തി ആയിരിക്കുന്നത്. സോ സ്ട്രക്ചറൽ പാർട്ട് ഗോസ് ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. സോ ദ നെക്സ്റ്റ് തിങ് വി ആർ ഡിസ്കസിങ് ഈസ് വാട്ട്, ദ ഫിലോസഫിക്കൽ പാർട്ട്. എന്താണ് നമ്മളുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫി, തത്വചിന്ത എന്താണ്, ആ തത്വചിന്തയ്ക്ക് അധിഷ്ഠിതമായിട്ടുള്ള ആശയങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഫിലോസഫി കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിടങ്ങളിലാണ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുക. എവിടെയൊക്കെയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സിലും മൗലിക അവകാശങ്ങളിലും, DPSPs ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റുകൾ. ഇവ രണ്ടുമാണ് നമ്മളുടെ ഫിലോസഫിക്കൽ പാർട്ട് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ഇതിൽ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. DPSP ആവട്ടെ നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുകൊണ്ട് ഫിലോസഫിക്കൽ പാർട്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫിക്കൽ പാർട്ട് അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അടുത്തത് എന്താണ്, പൊളിറ്റിക്കൽ പാർട്ട്. നമ്മളുടെ പൊളിറ്റി ഏത് രീതിയിലാണ്, എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അതായത് എന്താണ് നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ട് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഗവൺമെന്റ് ഏത് രീതിയിലാണ്, നമ്മളുടെ ക്യാബിനറ്റ് ഗവൺമെന്റ് ആണ് അല്ലെ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ ഏത് രീതിയിൽ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ പാർട്ട് നമ്മൾ എവിടെ നിന്നാണ് സ്വീകരിച്ചത്, അത് ബ്രിട്ടീഷ് ടൈപ്പാണ് നമ്മൾ സ്വീകരിച്ചത് അല്ലെ. പാർലമെന്ററി സിസ്റ്റം എവിടെയാണ്, ബ്രിട്ടീഷ് ആണ്. അമേരിക്കയുടെ എങ്ങനെയാണ്, പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടനിൽ നിന്ന് സ്വീകരിച്ചു. എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് റിലേഷൻ, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഗവൺമെന്റ് ഏത് രീതിയിൽ, ക്യാബിനറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പൊളിറ്റിക്കൽ പാർട്ട് നമ്മൾ എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്, അത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറൽ പാർട്ട് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. ഫിലോസഫിക്കൽ പാർട്ട് അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. പൊളിറ്റിക്കൽ പാർട്ട് നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ള ആശയം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതെല്ലാം ആശയങ്ങൾ എവിടെ നിന്നെല്ലാം എടുത്തു എന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വരുന്ന വഴിക്ക് ചർച്ച ചെയ്യുന്നതായിരിക്കും. തൽക്കാലം എന്ത് ചെയ്യുക, നിങ്ങളിത് ഇവിടെ ഒന്ന് പോസ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സവിശേഷത എന്താണ്, ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ അതായത് ലോകത്തിലെ വിവിധങ്ങളായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ USA കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ USA കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം പാടാണ്. ഏതാണ്ട് ഇമ്പോസിബിൾ തന്നെ നമുക്ക് വിളിക്കേണ്ടി വരും. മനസ്സിലായോ? നമുക്കിപ്പോൾ അറിയാം, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം എങ്ങനെയാണ്, അതിലേക്ക് നമുക്ക് പോരാം. USA കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, വളരെയധികം പാടാണ് അല്ലെ, നടക്കില്ല എന്നല്ല, വളരെയധികം സ്പെഷ്യൽ പ്രൊസീജിയറുകൾ നിറഞ്ഞതാണ് USA ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ UK എടുക്കുകയാണെങ്കിലുണ്ടല്ലോ,
യുണൈറ്റഡ് കിങ്ഡം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ എളുപ്പമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ എന്ത് ചെയ്താൽ മതി, ഒരു സാധാരണ ഓർഡിനറി ലെജിസ്ലേഷൻ, ഓർഡിനറി ലോ എങ്ങനെയാണോ പാസ്സാക്കുന്നത് അതേപോലെയാണ് എന്ത് ചെയ്യുന്നത്, യു കെയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും പാസ്സാക്കുന്നത്. അതായത് ഒരു സാധാരണ നിയമം പാസ്സാക്കുന്ന അതേ ലാഘവത്തോടു കൂടി എന്ത് ചെയ്യാൻ സാധിക്കും, യു കെയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും പാസ്സാക്കാൻ പറ്റും. ലാഘവം എന്ന് പറയാൻ പറ്റില്ല, അതേ പ്രൊസീജിയറിൽ എന്ന് പറയാം. അവിടെ എന്താണ്, യു കെയുടെ നിങ്ങൾ പാർലമെന്ററി സെഷൻസുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ ശക്തമായിട്ടുള്ള ഡിബേറ്റുകളാണ് നടക്കുക. ഒരാൾ എന്നിട്ട് പറയും, അത് കഴിഞ്ഞിട്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അടുത്ത ആൾ പറയും, അതിനുശേഷം മറ്റൊരാൾ പറയും. നമ്മളുടെ ഇവിടുത്തെ പോലെ തല്ലും പിടിയും ബഹളോ ആയിരിക്കില്ല. ബേസിക്കലി എങ്ങനെയായിരിക്കും, കൃത്യമായി ഡിബേറ്റുകൾ പരസ്പരം എന്ത് ചെയ്യും, നടക്കാറുണ്ട്. നമ്മുടെ പാർലമെന്റിൽ തല്ലും പിടി ബഹളം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, വളരെയധികം മികച്ച ഡിബേറ്റുകളും നമ്മുടെ പാർലമെന്റിൽ നടക്കാറുണ്ട്. എന്നാലും ബേസിക്കലി കാണുന്ന രീതി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ യു കെയിൽ എങ്ങനെയാണ് ഓർഡിനറി ലെജിസ്ലേഷൻ എങ്ങനെ പോകുന്നുവോ അതുപോലെ തന്നെ യു കെയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും എന്ത് ചെയ്യാൻ പറ്റും, സാധ്യമാണ്. അതായത് വളരെയധികം ഫ്ലെക്സിബിൾ ആണ് ഇവിടെ യു കെയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ എന്തുകൊണ്ടാണ് ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, വളയ്ക്കാം, മുടിക്കാം, തിരിക്കാം, ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം. അതിനല്ലേ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്ന് പറയുക. അപ്പോൾ യു കെയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, ഓർഡിനറി ലെജിസ്ലേഷൻ നടത്തുന്നത് പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും നടത്താം. സോ ഇറ്റ് ഈസ് കോൾഡ് എ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി യു എസ് എയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, അത് ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തുകൊണ്ടാണ്, അവിടെ ഒരു മാറ്റം വരുത്തുക എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പറയുന്നത്, ഈ ഒരു യു എസ് എയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആണ്, റിജിഡിറ്റി ആണ് അവയുടെ സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭാരതത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് ദാറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എളുപ്പത്തിൽ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ മാറ്റാൻ പറ്റില്ല. എന്നാൽ ഫ്ലെക്സിബിലിറ്റി ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലേ, നമ്മളിപ്പോൾ പറയുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 105 ഭരണഘടനാ ഭേദഗതികൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലെ. 105ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ റിസർവേഷൻ ആവശ്യമായിട്ടുള്ള ആളുകൾക്ക്, ആ വിഭാഗങ്ങളെ, അതിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, ഇവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റുകൾക്ക് നിശ്ചയിക്കാം എന്ന് പറഞ്ഞാൽ അവയ്ക്ക് സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യുകയാണ്, ഈ സുപ്രീം കോടതി വിധി എന്ത് വന്നിരുന്നു, സ്റ്റേറ്റുകൾക്ക് അവ നിശ്ചയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോൾ ആ അധികാരം സ്റ്റേറ്റുകൾക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണഘടനാ ഭേദഗതി വന്നിട്ടുണ്ട്. അതാണ് 105ാമത്തെ നമ്മളുടെ നിലവിൽ അവസാനത്തെ ഭരണഘടനാ ഭേദഗതി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്, 105 ഭരണഘടനാ ഭേദഗതികൾ നടന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്, നമ്മളുടെ അത്ര കണ്ട് റിജിഡ് ഒന്നുമല്ല അല്ലെ. എന്നാൽ ഇഷ്ടം പോലെ ഓർഡിനറി ലോ നടത്തുന്നത് പോലെ തന്നെ, ഓർഡിനറി ലോ മേക്ക് ചെയ്യുന്നത് പോലെ തന്നെ, ഓർഡിനറി ലോ മേക്കിംഗ് പോലെ, ലെജിസ്ലേഷൻ പോലെ അത്രയും ഫ്ലെക്സിബിൾ ആണോ നമ്മളുടെ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഭരണഘടനാ ഭേദഗതി? തീർച്ചയായിട്ടുമല്ല. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ആർട്ടിക്കിൾ 368ലേക്കാണ് നമ്മളെ നയിക്കുന്നത്. എന്താണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 368 ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, 2 തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് വെച്ചിട്ട് വളരെ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കാണും, എങ്കിലും സൂചിപ്പിക്കുകയാണ്. ആർട്ടിക്കിൾ 368 എങ്ങനെയാണ്, 2 തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ പറയുന്നുണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി, എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതി ഉണ്ട്. എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അന്ന് ആ സഭയിൽ ബില്ല് എടുക്കുന്ന സമയത്ത് സന്നിഹിതരായിട്ടുള്ള 2/3 ആൾക്കാർ എന്ത് ചെയ്യണം, അതിനനുകൂലമായി വോട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ഇതെന്തായിരിക്കണം, ആകെ ആ സഭയുടെ കംപ്ലീറ്റ്, ആ സഭയുടെ ഒരു എന്താ പറയുക, ആ അംഗങ്ങളുടെ എണ്ണത്തിന്റെ എന്തുമായിരിക്കണം, ഇത് 50%-ലും കൂടുതലുമായിരിക്കണം. ഇതാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി പാസ്സാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, ഈ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി പാസ്സാക്കിയതിന് ശേഷം അത് സ്റ്റേറ്റുകളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റുകളും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്, മൊത്തം സംസ്ഥാനങ്ങളുടെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സും കൂടി എന്ത് ചെയ്യണം, ഇത് ഓക്കെ ആണ് എന്ന് പറയണം. അപ്പൊ ഈ രീതിയിലുള്ള സ്പെഷ്യൽ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലും, അതുപോലെ തന്നെ ഇത് ഒന്നാമത്തെ സ്പെഷ്യൽ മെജോറിറ്റി മാത്രം ആവശ്യമായത് ഒന്നാമത്തെ രീതി. സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം തന്നെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ കൂടി സമ്മതം വേണമെന്ന് പറയുന്നത് രണ്ടാമത്തെ രീതി. ഈ രീതിയിൽ 2 രീതിയിലുള്ള എന്താണ് വളരെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ എന്തിന്റെ അടിയിലാണ് വരുന്നത്, ആർട്ടിക്കിൾ 368ന്റെ അടിയിലാണ് വരുന്നത്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം, കുറച്ച് റിജിഡ് ആണ്. ഇനി ഇതല്ലാതെ ആർട്ടിക്കിൾ 368ന് പുറത്ത് സാധാരണ രീതിയിൽ നിയമങ്ങൾ പാസ്സാക്കുന്നത് പോലെ, സാധാരണ സിമ്പിൾ മെജോറിറ്റി, ഈ ബ്രിട്ടനിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓർഡിനറി രീതി
രീതിയിലുള്ള ഒരു സാധാരണ മെജോറിറ്റി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ചില കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ നടപ്പിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ പേര് മാറ്റുക, സ്റ്റേറ്റിന്റെ അതിർത്തി മാറ്റുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർഡിനറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാക്കാൻ സാധിക്കും. അപ്പൊ എന്താണത്, ഫ്ലെക്സിബിലിറ്റിയും ഉണ്ട്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. മനസ്സിലായോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചുള്ളത്? ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞ ആശയം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഐഡിയാസ് ആണ്, ഫിലോസഫിക്കൽ എന്താ പറയുക അപ്രോച്ചാണ് എന്തിനോട് കൊടുക്കുന്നത്, നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനോട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഐഡിയാസ് നമ്മൾ പറയുമ്പോൾ പല പല കാര്യങ്ങളും ഇതിനൊപ്പം പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ. ഓർഡിനറി ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞു, സ്പെഷ്യൽ മെജോറിറ്റിയെക്കുറിച്ച് പറഞ്ഞു, ചിലതിന് ഹാഫ് ദ എന്താ പറയുക സപ്പോർട്ട് ഓഫ് ദ സ്റ്റേറ്റും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആർട്ടിക്കിൾ 368 ആണെന്ന് പറഞ്ഞു. ഇവയെല്ലാം നിങ്ങൾ ഒരുപാട് തവണ ചോദ്യങ്ങളായിട്ട് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റു ചില എക്സാമുകൾക്ക് കൂടി എന്ത് ചെയ്യാം, ഈ ഒരു സേലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരൊറ്റ ചർച്ച കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ ചിലപ്പോൾ എഴുതാൻ സാധിച്ചെന്ന് വരാം. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഇടത്തേക്ക് പോവുകയല്ലേ. അടുത്ത സവിശേഷത എന്താണ്, ഫെഡറൽ സിസ്റ്റം വിത്ത് എ യൂണിറ്ററി ബയാസ്. നമ്മളുടെ പൊളിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, ഇറ്റ്സ് എ ഫെഡറൽ സിസ്റ്റം ആണ് വിത്ത് എ യൂണിറ്ററി ബയാസ്. അപ്പോൾ നോക്കൂ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, എവിടെയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫെഡറേഷൻ വിഭാവനം ചെയ്യുന്നുണ്ട് അല്ലേ. ആ സമയത്തുള്ള പ്രിൻസ്ലി സ്റ്റേറ്റുകളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭാഗങ്ങളും ഒന്നിച്ചു ചേർന്നിട്ട് ഒരു ഫെഡറേഷനാണ് എന്ത് ചെയ്യുന്നത്, വിഭാവനം ചെയ്യുന്നത്. അവസാനം നമ്മൾ എങ്ങനെയായി മാറി, ഒരു ഫെഡറേഷൻ തന്നെയായി മാറി അല്ലെ. ഒരു ഫെഡറൽ സിസ്റ്റമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫെഡറൽ സിസ്റ്റം എന്താണ്, ഇപ്പോൾ പണ്ട് പ്രിൻസ്ലി സ്റ്റേറ്റുകളും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് എന്തായി മാറി, സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റുകളും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളൊക്കെ എന്തായി മാറി, ആയിട്ട് മാറി ഇവയല്ല അല്ലെ. അപ്പോൾ സ്റ്റേറ്റുകളുമുണ്ട്, യൂണിയൻ ടെറിട്ടറീസും എവിടെയുണ്ട്, നമുക്കുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എന്താണ്, പവർ കൃത്യമായി ഡിവൈഡ് ചെയ്ത് സ്റ്റേറ്റുകൾക്ക് അവയുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്, യൂണിയൻ ടെറിട്ടറികൾക്ക് അവയുടേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഈ രീതിയിൽ എന്താണ്, ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു ഫെഡറേഷൻ അല്ലെ, വിവിധ സംസ്ഥാനങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ഫെഡറേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരിവിടെ കിടക്കുന്നത് എന്നറിയാം അല്ലെ. അപ്പൊ ഈ രീതിയിൽ ഒരു ഫെഡറൽ സ്ട്രക്ചർ ആണ് എന്നുണ്ടെങ്കിലും എന്താണ് പറയുന്നത്, അതിനൊരു യൂണിറ്ററി ബയാസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് യൂണിറ്ററി ബയാസ് എന്ന് വെച്ചാൽ, യൂണിറ്ററി എന്ന് വെച്ചാൽ എന്താണ്, സെന്റർ പവർഫുൾ ആയിട്ടുള്ള ഒരു രീതി. മനസ്സിലായോ നിങ്ങൾക്ക്? കാനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അങ്ങനെയാണ്. കാനഡയിൽ സെന്ററിന്, കേന്ദ്രത്തിന് വളരെയധികം അധികാരങ്ങൾ കൂടുതലാണ്. അപ്പോൾ പറയുന്നത് എന്താണ്, നമ്മളുടേതൊരു ഫെഡറൽ സിസ്റ്റമാണ്, എന്നിരുന്നാലും അതിനെന്താണ്, ഒരു യൂണിറ്ററി ബയാസ് ഉണ്ട്. സെൻട്രലിനോട് എന്തുണ്ട്, സെൻട്രലിന് നമ്മൾ അവസാനം ഒരു പ്രാക്ടിക്കലി യാഥാർത്ഥ്യബോധത്തോടു കൂടി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, സെൻറ്ററിനോട് കുറച്ച് ബയാസ് ഉള്ള രീതിയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ബയാസ് എന്ന് വെച്ചാൽ, കുറച്ച് എന്താണ്, ഒരു ഇഷ്ടക്കൂടുതൽ ആരോടുണ്ട് നമുക്ക് പറയാം, സെൻറ്ററിനോട് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വളരെ വേഗത്തിൽ ഒരു 10 സെക്കൻഡിൽ നിങ്ങൾ ഫെഡറൽ ഫീച്ചേഴ്സ് ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സിൻ്റെ അടിയിലുള്ള കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കൂ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് തരാം, ഒന്ന് വെറുതെ നോക്കൂ വേഗത്തിലൊന്ന്. നോക്കുന്നുണ്ടോ? നിങ്ങൾ ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. നിങ്ങൾ പലപ്പോഴും പല ചോദ്യങ്ങളിലും ഇത്തരം വാക്കുകൾ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറയല്ലേ, നമ്മളുടെ രാജ്യം എങ്ങനെയാണ്, ഫെഡറേഷൻ ആണ് എന്ന് നമ്മൾ പറയും അല്ലേ, ഒരു ഫെഡറൽ സ്ട്രക്ചർ ആണ് ഇന്ത്യക്ക് എന്ന് പറയും. പക്ഷെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, പലപ്പോഴായിട്ട് പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ആശയമാണ് ഫെഡറേഷൻ. എന്താണ് ഫെഡറേഷൻ എന്നുള്ള ഈ ഒരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തുമില്ല. അതായത് നമ്മളൊരു ഫെഡറൽ സ്ട്രക്ചർ ഉള്ള രാജ്യമാണ് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഫെഡറേഷൻ എന്നുള്ളൊരു വാക്ക് എവിടെയില്ല, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്നുകൂടി പറയുന്നു, ഫെഡറേഷൻ എന്നുള്ള വാക്ക്, the term federation has never been used in the constitution. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പകരം എങ്ങനെയാണ്, എന്ത് വാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എന്താണ്, എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഇന്ത്യയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് കൃത്യമായിട്ട് ഇന്ത്യയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ഈ ഒരു കാര്യത്തിന് നമ്മുടെ പൊളിറ്റിയിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോ ടേമുകൾക്കും കൃത്യമായ അർത്ഥങ്ങളുണ്ട്. അത് വേഗായിട്ടുള്ള ഒരുപാട് ടേമുകളുണ്ട്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഓരോ ടേമുകൾക്കും എന്തുണ്ട്? ചില പ്രത്യേക അർത്ഥങ്ങളുള്ള ടേമുകൾ ഉണ്ടാകാം. അതുപോലെ ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടേമിന്, ഈ ഒരു യൂസേജിന് രണ്ടർത്ഥങ്ങളാണ് ബേസിക്കലി ഉള്ളത്. ഒന്നാമത്തെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള സ്റ്റേറ്റുകളും അല്ലെങ്കിൽ സെൻട്രലും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് ഒരു രാജ്യം ഉണ്ടായതല്ല. ദിസ് ഈസ് നോട്ട് ആൻ എഗ്രിമെന്റ്. എന്താണ്? ഒരു എഗ്രിമെന്റ് അല്ല ഇത്. ഇറ്റ്സ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. എന്ത് ചെയ്തിരിക്കുകയാണ്? എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ഇത് എഗ്രിമെന്റ് അല്ല. അതായത് എന്ത് ചെയ്തിരിക്കുകയല്ല? ചില സംസ്ഥാനങ്ങൾ ശരി ഞങ്ങൾ എന്ത് ചെയ്തേക്കാം, എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തൽക്കാലം കൂടിയേക്കാം എന്ന് പറഞ്ഞ് എഗ്രി ചെയ്തിരിക്കുകയല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് എന്തിനുള്ള അധികാരമില്ല? അവർക്ക് സിസീഡ് ചെയ്ത് പോകാൻ, അവർക്ക് വിട്ടുപോകാനുള്ള അധികാരമില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? സോ ദിസ് ഈസ് നോട്ട് എൻ എഗ്രിമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളായിട്ട് സ്ഥിരം വരുന്നൊരു കാര്യമാണിത്. എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെന്റിൽ തരും എന്താണ്? ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണ്, ഫെഡറൽ സ്ട്രക്ചർ ആണ്. അതിന്റെ റിസൾട്ട് എങ്ങനെയാണ്? ഇന്ത്യ ഈസ് എ ഫെഡറേഷൻ. എന്തുകൊണ്ട്? ഇന്ത്യ ഹാസ് ആൻ എഗ്രിമെന്റ്, സ്റ്റേറ്റ് ഹാസ് ആൻ എഗ്രിമെന്റ് എന്നുള്ള രീതിയിൽ തരും. മനസ്സിലാവുന്നുണ്ടോ? എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആണ് നിലവിൽ ഇവിടെ ഉള്ളത് പറയും. അല്ല, എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെന്ന് മനസ്സിലാക്കുക. ഏതിൽ നിന്നാണ് നമുക്കത് മനസ്സിലാകുന്നത്? ഇന്ത്യയെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അതിനർത്ഥം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ സെന്റർ. അതിനൊപ്പം തന്നെ എഗ്രിമെന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്? അവർക്കാർക്കും എന്തിനുള്ള അവകാശമില്ല? അവർക്കാർക്കും വിട്ടുപോകാനുള്ള അവകാശവും ഇല്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്ത്യ എങ്ങനെയാണ്? ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഫെഡറേഷൻ എന്നുള്ള വാക്കുകൾ എവിടെ പറഞ്ഞിട്ടില്ല? എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ സ്ട്രക്ചർ എങ്ങനെ തന്നെയാണ്? നമ്മളുടേതൊരു ഫെഡറൽ സിസ്റ്റം തന്നെയാണ്. ഫെഡറേഷൻ എന്നുള്ള വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു ഫെഡറൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് വിത്ത് എ യൂണിറ്ററി ബയാസ്. പക്ഷേ സെൻട്രലിന് എന്താണ്? കുറച്ച് അധികാരങ്ങൾ കൂടുതൽ തന്നെയാണ്. അതിനൊപ്പം ഫെഡറേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എവിടെയും എന്നുണ്ടെങ്കിൽ എന്ത് വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്? എന്ത് ടേം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇതാണ്: ദിസ് ഫെഡറേഷൻ, അതായത് ഇന്ത്യൻ ഫെഡറേഷൻ, ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെന്റ് ബൈ ദ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റുകളുടെ ഒരു എഗ്രിമെന്റിന്റെ പുറത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഫെഡറേഷൻ അല്ല നമ്മുടേത്. പകരം എങ്ങനെയാണ് ഇതൊരു ഒറ്റക്കെട്ടാണ് അല്ലേ? ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ സിസീഡ് ചെയ്ത് വിട്ടുപോകാനുള്ള അധികാരങ്ങളില്ല. നോ സ്റ്റേറ്റ് ഹാസ് ദ റൈറ്റ് ടു സിസീഡ് ഫ്രം ദ ഫെഡറേഷൻ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, എഗ്രിമെന്റിന്റെ പുറത്തല്ല, സിസീഡ് ചെയ്യാനുള്ള അവകാശമില്ല. ഈ രണ്ട് പോയിന്റുകളും കൃത്യമായി ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളായിട്ട് വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ടേമാണ്. ഈ ഫെഡറേഷൻ എന്നുള്ള ടേം എവിടെയും വന്നിട്ടില്ല എന്ന കാര്യം കൂടി എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. പലപ്പോഴായിട്ട് പല എക്സാമുകളിൽ, UPSC പോലെയുള്ള എക്സാമുകളിൽ സ്ഥിരം വരുന്ന ഒരു ആശയങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ കാര്യം. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ഫെഡറൽ ഫീച്ചേഴ്സ്, യൂണിറ്ററി ഫീച്ചേഴ്സ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്, നമ്മളുടെ പൊളിറ്റിക്ക് ഫെഡറൽ ഫീച്ചറുകളുമുണ്ട്, അതുപോലെ തന്നെ യൂണിറ്ററി ഫീച്ചറുകളുമുണ്ട്. അതായത് ഒരു ഫെഡറേഷൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ രാജ്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന സവിശേഷതകളുമുണ്ട്. എന്നാൽ സെന്ററിന് പവർഫുൾ ആയിട്ടുള്ള ഒരു അധികാരമുള്ള ഒരു യൂണിറ്ററി സ്ട്രക്ചറാണ് എന്ന് പറയാനുള്ള ചില ഫീച്ചറുകളും നമ്മളുടെ പൊളിറ്റിയിലുണ്ട്. അപ്പോൾ അതെന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഫെഡറൽ ഫീച്ചർ നോക്കൂ. ഫെഡറൽ ഫീച്ചർ പറഞ്ഞ ബേസിക്കലി എന്താണ്? സെൻറ്റർ ഓൾ പവർഫുൾ അല്ല, ആരും കൂടി അവിടെ റോളുണ്ട്, സ്റ്റേറ്റുകൾക്ക് കൂടി ഒരു റോളുണ്ട്. ഇതാണ് ബേസിക്കലി ഫെഡറൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഒരു ഫെഡറേഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. യൂണിറ്ററി ഫീച്ചർ പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് സെൻറ്ററിനായിരിക്കും അല്ലേ അധികാരം. കേന്ദ്ര തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കായിരിക്കും വളരെയധികം ചെയ്യുന്നത്? അധികാരം കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സെൻറ്ററിനും സ്റ്റേറ്റിനും അധികാരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ സെൻറ്ററിനായിരിക്കും പരമാധികാര രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും സവിശേഷതകൾ നോക്കാം നമുക്ക്. ഫെഡറൽ ഫീച്ചറിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, അതായത് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? താഴെ തന്നിട്ടുള്ളവയിൽ എന്താണ് നിങ്ങൾക്ക് ഇന്ത്യയുടെ ഫെഡറൽ ഫീച്ചറിന്, ഇന്ത്യ ഒരു ഫെഡറൽ സ്ട്രക്ചറാണ് എന്ന്
നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിലുള്ള സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം എന്ന് ചോദിച്ചു തരും. ABCD തന്നിട്ട് ചില കാര്യങ്ങൾ തരും. അവയിൽ ഒന്നെന്തായിരിക്കും? യൂണിറ്ററി ഫീച്ചർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചോദ്യത്തിനനുസരിച്ച് ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഫെഡറൽ ഫീച്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരെണ്ണം എന്തായിരിക്കും? ഫെഡറൽ ഫീച്ചർ ആയിരിക്കും, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഫെഡറൽ ഫീച്ചർ അല്ലാത്തത് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ചിലപ്പോൾ ഒരെണ്ണം എന്തായിരിക്കും? ഒരു യൂണിറ്ററി ഫീച്ചർ ആയിരിക്കും, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ ഫെഡറൽ ഫീച്ചർ നോക്കൂ, പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 2 ഗവൺമെന്റ്സ് അല്ലേ, 2 ഗവൺമെന്റുകളുണ്ട്. കേന്ദ്രത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും എന്തുണ്ട്? ഗവൺമെന്റുകളുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ എന്തുണ്ട്? കൃത്യമായിട്ട് അവർ സംസ്ഥാനത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത എന്തുണ്ട്? ഒരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? കേന്ദ്രത്തിന് എല്ലായിടങ്ങളിലും കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെറിയ ചെറിയ കാര്യങ്ങളിലടക്കം തീരുമാനമെടുക്കാൻ പറ്റില്ല. ജനങ്ങളുടെ, അതാത് സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾക്ക് അവരെ സെർവ് ചെയ്യാനുള്ള ഗവൺമെന്റുകളെ അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് 2 ഗവൺമെന്റ്സ് ആർ ദർ, ഹെൻസ് ദാറ്റ് ഇസ് എ ഫെഡറൽ ഫീച്ചർ. രണ്ടാമത്തെ എന്താണ്? ഡിവിഷൻ ഓഫ് പവർ അല്ലേ, നിങ്ങൾക്കറിയാമല്ലേ എങ്ങനെയാണ്? സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഈ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കായാലും സെൻട്രലിനായാലും ഇനി കൺകറന്റ് ഒരുമിച്ചാണെങ്കിലും നിയമങ്ങൾ, ലെജിസ്ലേഷൻസ് നടത്താനുള്ള വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിക്കപ്പെട്ടിട്ടുണ്ട്, ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് പവർ നടന്നിട്ടുണ്ട് കൃത്യമായിട്ട്. ഫെഡറൽ ഫീച്ചർ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടന ഉള്ളത് കൊണ്ട് തന്നെ അതിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എങ്ങനെയാണ് സെന്ററും സ്റ്റേറ്റും തമ്മിൽ കാര്യങ്ങൾ, അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സെന്ററിന് അല്ലെങ്കിൽ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കൺവെൻഷൻ ഇങ്ങനെയാണ്, പാർലമെന്ററി കൺവെൻഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം അവകാശപ്പെട്ടുകൊണ്ട് സെന്ററിന് എന്ത് ചെയ്യാൻ പറ്റും? പലയിടങ്ങളിലും കയറി ഇടപെടാൻ സാധിക്കും. പക്ഷെ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഡോക്യുമെന്റ് കൃത്യമായി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടം വരെ സെൻട്രലിന്റെ അധികാരം, എന്തെല്ലാമാണ് സ്റ്റേറ്റുകളുടെ അധികാരം എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഹെൻസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദർ, ദാറ്റ് ഈസ് എ ഫെഡറൽ ഫീച്ചർ. ഇനി സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? സുപ്രീം ആണ്. അതായത് പാർലമെന്റ് അല്ല എന്ത്? ഒരു സുപ്രീം അല്ലെങ്കിൽ സോവറീൻ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്തല്ല ഒരു ബോഡി എന്ന് നമുക്ക് പാർലമെന്റിനെ വിളിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? പാർലമെന്റ് ഒരു ലെജിസ്ലേഷൻ പാസ്സാക്കുകയാണ്. ആ ലെജിസ്ലേഷൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീമസി ഉള്ളത് എന്ന് കൃത്യമായി കാണിച്ചുകൊണ്ട് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്. എന്തല്ല? സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അധികാരം എന്തല്ല? അത് സുപ്രീം അല്ല. എല്ലാത്തിനും അതീതമായിട്ടുള്ള ഒരു അധികാരം ആർക്കില്ല? സെൻട്രൽ ഗവൺമെന്റിനില്ല. അടുത്തത് നോക്കൂ, റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സെൻട്രലിന് തോന്നുന്ന രീതിയിൽ പാർലമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? എല്ലാ സമയത്തും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാമല്ലേ, ലോകസഭയിലുള്ള ഇലക്ഷൻ നടക്കും. ലോകസഭയിലെ ഇലക്ഷൻ നടത്തി ഇതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരാൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് രൂപീകരിക്കും. എന്നാൽ അവിടെ എന്തുകൂടിയുണ്ട്? അവിടെ രാജ്യസഭ കൂടിയുണ്ട്. ഈ രാജ്യസഭ ബേസിക്കലി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെ. അതായത് സ്റ്റേറ്റുകളിൽ, വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ലോക്കൽ ആയിട്ടുള്ള അവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പാർട്ടികളായിരിക്കും ഭരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ജനങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള ഇഷ്ടം കൂടി എന്ത് ചെയ്യണം? ഓരോ നിയമങ്ങളിലും പ്രതിഫലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യസഭ എന്താണ് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? സംസ്ഥാനങ്ങളുടെ ആഗ്രഹങ്ങളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രാജ്യസഭയിലേക്ക് എങ്ങനെയാണ് ജനപ്രതിനിധികൾ വരുന്നത്? ഓരോ സ്റ്റേറ്റിലും ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളാണോ ആ സമയത്ത് സീറ്റുകൾ എണ്ണമനുസരിച്ച് കൈകാര്യം ചെയ്യുന്നത്, അത്രയും പോർഷൻ ഓഫ് ആളുകൾ എന്ത് ചെയ്യും? രാജ്യസഭയിലേക്ക് ആ പാർട്ടിയുടെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പോകും. ഇപ്പം നിലവിൽ എന്താണ്? BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത് അല്ലെ. പക്ഷേ കേരളത്തിൽ എന്തുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. സെൻട്രൽ ലെവലിൽ ലോകസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിങ്ങൾക്കറിയാം റെപ്രസെന്റേഷൻ ഏത് രീതിയിലാണ് എന്നുള്ളത്. പക്ഷേ കേരളത്തിൽ എങ്ങനെയെന്നുണ്ട്? ഈ സംസ്ഥാനത്തിൽ കാര്യം എങ്ങനെയാണ്? തിരിച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടുത്തെ ജനങ്ങളുടെ ഇപ്പം നിലവിൽ എങ്ങനെയാണ് അഭിപ്രായം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കട്ടെ എന്നാണ് അഭിപ്രായം. അപ്പോൾ ഈ ഒരു ജനങ്ങളുടെ ഈ ഒരു അഭിപ്രായം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ ഞങ്ങൾ ഓക്കെയാണ് എന്നാണല്ലോ അതുകൊണ്ട് ഏതാണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ഈ ആശയങ്ങളും എവിടെ പ്രതിഫലിക്കേണ്ടതുണ്ട്? പാർലമെന്റിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റണമെങ്കിൽ
അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെല്ലാം വരണം? രാജ്യസഭയും ലോകസഭയും രണ്ട് കൂട്ടരും ഒരുമിച്ച് സമ്മതിക്കേണ്ടതുണ്ട് അല്ലെ. ഈ രണ്ട് കൂട്ടരും സമ്മതിച്ചാലേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? റിജിഡ് എന്നുള്ളൊരു ക്യാരക്ടർ കൈയാളുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകളുടെയും കൂടി ആഗ്രഹങ്ങൾ പ്രതിഫലിക്കുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെൻസ് റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദർ, ദാറ്റ് ഈസ് എ ഫെഡറൽ ഫീച്ചർ. പ്രാക്ടിക്കലി പലപ്പോഴും നോക്കുമ്പോൾ എന്തായിരിക്കും? മിക്കവാറും ഇപ്പം, അതായത് എല്ലാ സമയത്തും ആവണമെന്നില്ല, പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പാർലമെന്റിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കാര്യങ്ങൾ നടക്കാറുണ്ട്. എന്നിരുന്നാലും എന്താണ്, അത് അത്ര എളുപ്പത്തിൽ പലപ്പോഴും നടക്കില്ല എന്ന കാര്യം കൂടി ആലോചിക്കുക. ഒരു ക്ലിയർ കട്ട് മെജോറിറ്റി ആയിട്ടുള്ള ഗവൺമെന്റുകളൊക്കെ വളരെ കുറച്ചേ ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ അല്ലെ. തുടക്കത്തിൽ കോൺഗ്രസ് ആയിരുന്നു മുഴുവൻ, പിന്നീട് കോൺഗ്രസിന്റെ അധികാരങ്ങൾ താഴത്തേക്ക് പോയി, പിന്നെ ഇടയ്ക്ക് അഗെയിൻ കോൺഗ്രസ് മാത്രമായിട്ട് ഒറ്റയ്ക്ക് വന്നു. അതിനുശേഷം പിന്നെയും എന്ത് ചെയ്തു? പല പല കൂട്ടുമന്ത്രിസഭകളുടെ ഒരു വലിയ കാലഘട്ടം 90കളിൽ നമ്മൾ കാണുകയുണ്ടായി. ശേഷം കൃത്യമായ മെജോറിറ്റിയോട് കൂടിയിട്ട് പിന്നെ എങ്ങനെയാണ്? മോദി ഗവൺമെന്റ് ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? എഗെയിൻ വരുന്നത് NDA 2014. പിന്നീട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഭരിക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം? മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഇലക്ഷനുകളിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആശയങ്ങളൊക്കെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഈ റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശേഷം ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അല്ലെ. ജുഡീഷ്യറി എന്താണ് ഇന്ത്യയിലേത്? ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള ഫീച്ചറുകൾ ഉണ്ട് അല്ലെ. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അവരുടെ എന്ത് ചെയ്യുന്നത്? അവർക്കുള്ള ശമ്പളങ്ങൾ കൊടുക്കുന്നത്. അത് അവരുടെ അധികാര സ്ഥാനമേറ്റതിനു ശേഷം അവരുടെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് മാറ്റാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവരുടെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം പ്രയാസമേറിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് നിങ്ങൾക്കറിയാം. കൊളീജിയം സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇൻഡിപെൻഡൻസി ഓഫ് ദി ജുഡീഷ്യറി ഉറപ്പാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയുടെ ഒരു കൺസെപ്റ്റ് എന്താണ്? അത് എക്സിക്യൂട്ടീവിന്റെ പ്രഷറുകൾക്ക് വഴങ്ങില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? സ്റ്റേറ്റുകളുടെയോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളുടെ ആശയങ്ങളും മറ്റും പൊങ്ങി വരുന്ന സമയത്ത് അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും. അതുകൊണ്ട് അതൊരു ഫെഡറൽ ഫീച്ചറാണ്. സെൻട്രലിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സുപ്രീം കോടതിയെ ഗാഗ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്ത് നമ്മളുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതും കൃത്യമായല്ലോ. ആശയം എന്താണ് എന്നുള്ളത്. അടുത്തത് നോക്കൂ, ബൈ ക്യാമറലിസം. നമ്മൾ ഈ പറഞ്ഞ ആശയം അതേപോലെ ഇവിടേക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. എന്താണ് ബൈ ക്യാമറലിസം? എന്താണ്? നമുക്ക് രാജ്യസഭയുമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? നമുക്ക് രാജ്യസഭയുമുണ്ട്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് എന്തുണ്ട്? ലോകസഭയും ഉണ്ട്. ലോകസഭയും ഉണ്ട്. ലോക്സഭ എന്താണ്? കൃത്യമായിട്ട് സെൻട്രലിൽ വന്ന പാർട്ടിക്കായിരിക്കും ലോക്സഭയിൽ എന്ത്? മുൻതൂക്കം. എന്നാൽ രാജ്യസഭ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും അപ്പോൾ അധികാരം കൈയാളുന്ന പാർട്ടികളുടെയൊക്കെ റെപ്രസെന്റേറ്റീവ്സ് എവിടേക്ക് വരും? രാജ്യസഭയിലേക്ക് വന്നെത്തും. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും? സ്റ്റേറ്റുകളുടെ ഒരു ഐഡിയോളജി, സ്റ്റേറ്റുകളുടെ അഭിപ്രായം കൃത്യമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു ഇടമായിരിക്കും അവിടെ രാജ്യസഭ എന്ന് പറയുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പാസ്സാക്കുമ്പോൾ തീർച്ചയായിട്ടും രാജ്യസഭയിൽ വിവിധങ്ങളായിട്ടുള്ള പാർട്ടികളുടെ അഭിപ്രായങ്ങൾ കൂടി കൃത്യമായി പ്രതിഫലിക്കും കമ്പാരിറ്റീവ് ടു ലോകസഭ. ലോകസഭയിൽ പിന്നെയും എന്താണ്? ഈ അധികാരമുള്ള ഗവൺമെന്റ് ഏത് പാർട്ടിയുടെ ഏതാണോ ആ പാർട്ടിക്ക് തീർച്ചയായും ഭൂരിപക്ഷം ഉണ്ടാകും. പക്ഷെ രാജ്യസഭയിൽ എങ്ങനെയായിരിക്കും? അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ബൈക്യാമറലിസം, രണ്ട് സഭകളുള്ളത് കാരണം. ബൈക്യാമറലിസം പറഞ്ഞ എന്താണ്? രണ്ട് സഭകൾ, ബൈ അല്ലെ, രണ്ട്, രാജ്യസഭ ആൻഡ് ലോകസഭ. അപ്പൊ ഇവ രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ, രാജ്യസഭ ഉണ്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും? സംസ്ഥാനങ്ങളുടെ കൂടി ആശയങ്ങൾ, അവരുടെ കൂടി അഭിപ്രായങ്ങൾ ഓരോ ചർച്ചയിലും, അത് ലെജിസ്ലേഷനിലാവട്ടെ, നോർമൽ ലെജിസ്ലേഷനിലാവട്ടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ലെജിസ്ലേഷൻസിലാവട്ടെ, എന്ത് ചെയ്യും? കൃത്യമായിട്ട് പ്രതിഫലിക്കും. അപ്പൊ നിങ്ങൾക്ക് സ്റ്റേറ്റുകളെ കൂടി കൺസിഡർ ചെയ്തിട്ടേ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി മുന്നോട്ട് പോകുള്ളൂ എന്നതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ കിട്ടിയില്ലേ? രണ്ട് ഗവൺമെന്റുകളുണ്ട്, സെൻട്രലിലും സ്റ്റേറ്റിലും. ഡിവിഷൻ ഓഫ് പവറുകൾ കൃത്യമായ ലിസ്റ്റുകളുണ്ട്. സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്. സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്നുണ്ട്. റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾക്ക് അറിയാം. ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബൈക്യാമറലിസം ആണ് നമ്മളിവിടെ നിലനിൽക്കുന്നത്. ഇനി നമുക്ക് യൂണിറ്ററി ഫീച്ചർ നോക്കാം. കൃത്യമായി നമ്മൾ പറഞ്ഞു അല്ലേ, യൂണിറ്ററി ബയാസ് ഉണ്ട് എന്ന്. എന്തുകൊണ്ടാണ്? ഒരു സ്ട്രോങ് സെൻട്രലാണ് ബേസിക്കലി നമുക്കുള്ളത് അല്ലെ. സെൻട്രലിന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കറിയാം, സെൻട്രലിന് പല കാര്യങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റുകളെ ഓവർ റൂൾ ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും ഉദാഹരണം എന്താണെന്ന് അറിയാമോ? ഈ സെൻട്രൽ സ്റ്റേറ്റ് ലിസ്റ്റുകൾ കണ്ടില്ലേ? ഇതിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ കൺകറന്റ് ലിസ്റ്റ് എങ്ങനെയാണ്? അതിൽ സെൻട്രലിനും നിയമം ഉണ്ടാക്കാം, സ്റ്റേറ്റിനും നിയമം ഉണ്ടാക്കാം. പക്ഷേ ഇവർ രണ്ടുപേരും ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, എ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിയമം ഉണ്ടാക്കി. പക്ഷേ സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും നിയമങ്ങൾ പരസ്പര വിരുദ്ധമായ നിയമങ്ങളാണ് എന്നുണ്ടെങ്കിൽ, തമ്മിൽ ക്ലാഷ് ഉണ്ടാവുകയാണെങ്കിൽ
ആരുടെ നിയമമാണ് അവിടെ മുന്നിട്ട് നിൽക്കുക? അത് സെന്ററിന്റെ നിയമം തന്നെയാണ്. അപ്പോൾ ഒരു സ്ട്രോങ് സെന്റർ, ഇത് ഞാൻ ചെറുതായിട്ടൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. നമുക്ക് എങ്ങനത്തെ ഒരു സെന്റർ ആണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? സ്ട്രോങ് സെന്റർ ആണ് അല്ലെ. നമ്മളുടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ സ്റ്റേറ്റുകളിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ ആർക്ക് പറ്റും? സെന്ററിന് പറ്റും. ഒരുപാട് അധികാരങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? സെന്ററിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെന്റർ ആണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക? നമുക്ക് ഇന്ത്യൻ പൊളിറ്റിയിൽ കാണാൻ സാധിക്കുക. ഈ സ്ട്രോങ് സെന്റർ എന്ന് പറയുന്നത് എന്തുകൊണ്ടെല്ലാമാണ് എന്ന് നമ്മൾ പിന്നീട് അങ്ങോട്ട് ഇനി ഓരോരോ കാര്യങ്ങളും എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് മനസ്സിലാകും. അടുത്ത ഫീച്ചർ എന്താണ്? സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞു അല്ലേ, അമേരിക്കയുടെ ഉദാഹരണം പറഞ്ഞില്ലേ നമ്മൾ? അമേരിക്കയ്ക്ക് മൊത്തത്തിൽ എന്തുണ്ട്? ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ 50 സ്റ്റേറ്റുകൾ ഉള്ളത് കൊണ്ട് എന്താണ്? ഈ 50 സ്റ്റേറ്റുകൾക്കും എന്തുണ്ട്? വിവിധങ്ങളായിട്ടുള്ള അവരവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓരോരോ സ്റ്റേറ്റുകൾക്കും ഓരോരോ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? അവർക്ക് അങ്ങനെ ഇല്ല. ഇതിനു മുമ്പ് ജമ്മു ആൻഡ് കാശ്മീരിനുണ്ടായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019 ഓഗസ്റ്റ് 5 അവതരിപ്പിച്ചതോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ആ ഒരു പ്രത്യേക അധികാരം കൂടി ജമ്മു ആൻഡ് കാശ്മീരിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യയിൽ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ നിലവിലുള്ളൂ. അപ്പൊ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിറ്ററി ഫീച്ചർ. സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെ, അതിനും അമേരിക്ക തന്നെയാണ് ഉദാഹരണം. അവിടെ ഇപ്പോൾ ഓരോരോ എന്താ പറയുക സംസ്ഥാനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ന്യൂ ജേഴ്സി ആവട്ടെ, അല്ലെങ്കിൽ ഏതാ പറയുക, അവിടുത്തെ നിങ്ങൾ ഏത് വേണമെങ്കിലും എടുക്കൂ, ഏത് സംസ്ഥാനം വേണമെങ്കിലും എടുത്തോളൂ, ന്യൂ മെക്സിക്കോ എടുക്കും, ഏതൊരു സംസ്ഥാനം എടുക്കുന്ന സമയത്തും അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങൾക്കും എന്താണ്? അവിടുത്തെ ആ സംസ്ഥാനത്തിലെ ഒരാൾ USA സിറ്റിസൺ മാത്രമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സിറ്റിസൺ മാത്രമല്ല അയാൾ ആ സംസ്ഥാനത്തിന്റെ സിറ്റിസൺ കൂടിയാണ്. അവിടെ എന്താണ്? സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അവിടുത്തെ സംസ്ഥാനങ്ങൾക്ക് സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് കൂടിയുണ്ട്. അതായത് ഒരു അമേരിക്കക്കാരൻ എങ്ങനെയായിരിക്കും? 2 സിറ്റിസൺഷിപ്പ് അയാൾക്ക് ഉണ്ടാവും. ഒന്ന് അയാളുടെ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് ആയിരിക്കും, പിന്നീടൊന്ന് അയാളുടെ സംസ്ഥാനത്തിന്റെ സിറ്റിസൺഷിപ്പ് ആയിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് പക്ഷേ എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത്. അതായത് യു ആർ ആൻ ഇന്ത്യൻ ഫസ്റ്റ്. ഇന്ത്യൻ ഫസ്റ്റ് എന്നല്ല, നിങ്ങൾ ഇന്ത്യൻ മാത്രമാണ്. നിങ്ങൾ മലയാളി ആയിരിക്കാം, തമിഴനായിരിക്കാം, കാശ്മീരി ആയിരിക്കാം, ബംഗാളി ആയിരിക്കാം, ഉത്തർപ്രദേശുകാരനായിരിക്കാം. പക്ഷേ നിങ്ങൾ അടിസ്ഥാനപരമായി എന്താണ്? യു ആർ ആൻ ഇന്ത്യൻ എന്നുള്ള ആ ഒരു എന്താ പറയുക സിഗ്നൽ കൃത്യമായി കൊടുക്കുകയാണ്. സോ അതെങ്ങനെയാണ്? ഒരു യൂണിറ്ററി ക്യാരക്ടറാണ് അല്ലെ. എല്ലാം കൂടി ഒന്നാക്കി പിടിക്കുന്ന, ഒന്നിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു യൂണിറ്ററി ഫീച്ചറാണ് അത്. അടുത്ത് നോക്കൂ, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇതിന്റെ നേരത്തെ ഓപ്പോസിറ്റ്, റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതിന് അഗൈൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആയതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഫ്ലെക്സിബിലിറ്റീസും ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി സ്റ്റേറ്റുകളെക്കാളും എത്രയോ എളുപ്പമാർക്കാണ് അത് സെൻട്രൽ ഗവൺമെന്റിന് തന്നെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവരാൻ എളുപ്പം അല്ലെ. ലോകസഭയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അത് എളുപ്പത്തിൽ പാസ്സാക്കി എടുക്കാൻ സാധിക്കും. രാജ്യസഭയിലെ കാര്യം പിന്നീട് എന്ത് ചെയ്താൽ മതി? അവർക്ക് കൃത്യമായി നോക്കിയാൽ മതി. നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് അല്ലെ. അവർ രാജ്യസഭയിൽ അധികാരം അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് തന്നെ വിവിധ പാർട്ടികളെ എന്ത് ചെയ്യുകയാണ്? കയ്യിൽ കൃത്യമായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ മറ്റ് പല രീതികൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ബില്ലുകൾ പാസ്സാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അതുകൊണ്ട് എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർക്കുക. സെൻട്രലിന്റെ ഒരു പവറിന്റെ അല്ലെങ്കിൽ ഒരു യൂണിറ്ററി ഫീച്ചർ ആയിട്ട് നമുക്ക് ഏത് മനസ്സിലാക്കേണ്ടി വരും? ഈ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. അടുത്ത എന്താണ്? ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി അല്ലെ. നമുക്ക് എങ്ങനെയാണ്? ഇതിനും അമേരിക്കയുടെ അതേ ഒരു എന്തെടുത്താൽ മതി? ഉദാഹരണം എടുത്താൽ മതി. അവർക്ക് എങ്ങനെയാണ്? ഓരോ കോൺസ്റ്റിറ്റ്യൂഷനുകളാണ് നമ്മൾ പറഞ്ഞില്ലേ, ഓരോ സംസ്ഥാനത്തിനും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ എന്താണ്? അവർക്ക് ഓരോരുത്തർക്കും എന്താണ്? അവർക്ക് ഓരോ പരമാധികാര കോടതികൾ ഓരോ സ്റ്റേറ്റുകൾ. അവിടെയും ഫെഡറൽ കോർട്ട് ഉണ്ട്. അവിടുത്തെ ഫെഡറൽ കോർട്ട് വളരെയധികം അധികാരമുള്ള ഒരു കോർട്ട് കൂടിയാണ്. അവർ പക്ഷേ ബേസിക്കലി എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മുടെ ഇവിടെ എങ്ങനെയാണ്? ഇന്റഗ്രേറ്റഡ് സ്ട്രക്ചർ ആണ് അല്ലെ. താഴത്തെ എന്താ പറയുക, ജില്ല അല്ലെങ്കിൽ മുനിസിഫ് കോടതികൾ ഉണ്ടാവും. അവയിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക് പോകാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് സുപ്രീം കോർട്ടിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ എന്താണ്? നമ്മളൊരു ഇന്റഗ്രേറ്റഡ് സ്ട്രക്ചർ ഉണ്ട് അല്ലെ. അവിടെയും ആരാണ് അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്? അവിടെയും യൂണിറ്ററി ഫീച്ചർ അല്ലെ. സ്ട്രോങ് ആയിട്ടുള്ളത് എവിടെയാണ്? സെൻട്രൽ ലെവലിലുള്ള കോടതി തന്നെയാണ്. ഇനി ഗവർണർമാരുടെ നിയമനം അല്ലെ. ഗവർണർമാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗവർണർമാർ ബേസിക്കലി അറിയപ്പെടുന്നത് അവര് സെൻട്രലിന്റെ ഒരു ഏജന്റ് എന്നുള്ള രീതിയിലാണ്.
നമ്മൾ ഗവർണർമാരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എന്നിരുന്നാലും ബേസിക്കലി എന്ത് മനസ്സിലാക്കുക, സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ കൃത്യമായിട്ട് എന്താണ് ഒരു ബന്ധം, സ്റ്റേറ്റുകളിൽ എന്തെല്ലാം നടക്കുന്നു എന്ന് കൃത്യമായിട്ട് സെൻട്രലിന് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, അത് ഗവർണർമാരായിരിക്കും. അപ്പോൾ സെൻട്രലിന് ബേസിക്കലി സ്റ്റേറ്റുകളുടെ മുകളിലുള്ള ഒരു എന്താണ് ഒരു ഗ്രിപ്പാണ് ബേസിക്കലി ഗവർണർമാരെന്ന് പറയുന്നത്. പ്രാക്ടിക്കലി അങ്ങനെ തന്നെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പല പല ഗവർണർമാരും എന്താണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ സെൻട്രൽ ഗവൺമെന്റ് BJP ഭരിക്കുന്ന അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുടെ ഗവൺമെന്റും തമ്മിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, വെസ്റ്റ് ബംഗാൾ ഇലക്ഷന് മുമ്പ്. അപ്പോൾ സെൻട്രൽ ആരെ ഉപയോഗിച്ചിട്ടാണ് വെസ്റ്റ് ബംഗാളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്, അവിടുത്തെ ഗവർണറെ ഉപയോഗിച്ചിട്ടായിരുന്നു. ഗവർണറും മമതാ ബാനർജിയും തമ്മിൽ എന്തായിരുന്നു, കീരിയും പമ്പും പോലെയായിരുന്നു, സ്ഥിരം പ്രശ്നങ്ങളായിരുന്നു, കോടതി കയറി ഇറങ്ങലായിരുന്നു പ്രശ്നം. അപ്പൊ സെന്റർ ഗവർണർമാരെ എങ്ങനെയാണ് നിയമിക്കുന്നത്, കൃത്യമായിട്ട് സ്റ്റേറ്റുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന രീതിയിലാണ് നിയമിക്കാറുള്ളത്. ഇതിനൊരു ഉദാഹരണം എന്താണ്, ഒരു പുതിയ ന്യൂ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിന് മുമ്പുള്ള ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള ഗവർണർമാരോടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറയും, രാജിവെച്ച് പുറത്തു പൊക്കോളാൻ പറയും. അതായത് അത് ഡയറക്റ്റ്ലി പറയില്ല, ഇനി അവർ പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും പുതിയ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഗവർണർമാരെ മുഴുവൻ മാറ്റും. ഇപ്പൊ നിങ്ങൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത് ആയിരുന്നു ആദ്യമായിട്ട് 2014 മോദി ഗവൺമെന്റ് വരുന്ന സമയത്ത് കേരളത്തിലെ ഗവർണറായിട്ടുണ്ടായിരുന്നത് ഷീലാ ദീക്ഷിത് ആയിരുന്നു. അവരെന്ത് ചെയ്തു, മോദി ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ ഷീലാ ദീക്ഷിത് എന്ത് ചെയ്യുകയാണ്, ഇവിടെ നിന്ന് രാജിവെച്ച് പോവുകയാണ്. കാരണം എന്താണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ തീർച്ചയായിട്ടും മതി പൊക്കോളാൻ ആവശ്യപ്പെടും. അപ്പോൾ ഗവർണർമാർ ബേസിക്കലി ആരുടെ ആളുകളായിരിക്കും, സെൻട്രലിന് പറ്റിയ താല്പര്യമുള്ള ആളുകളായിരിക്കും. എല്ലാവരോടും പോകാൻ പറയുമെന്ന് ഉറപ്പിച്ച് പറയല്ല, പക്ഷെ എന്ത് ചെയ്യാം, ഇതിന് സാധ്യത കൂടുതലാണ് എന്ന് സൂചിപ്പിച്ചതാണ്. അപ്പൊ ഗവർണർമാരും ബേസിക്കലി എന്തിനൊരു ഉദാഹരണമാണ്, ഈ ഗവർണർമാരെ നിയമിക്കുന്നത് സെൻട്രൽ ആയതുകൊണ്ട് തന്നെ, ഗവർണർമാരെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, സെൻട്രൽ ആണ്. സെൻട്രൽ ആയതുകൊണ്ട് തന്നെ അതൊരു യൂണിറ്ററി ഫീച്ചർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ഉദാഹരണം തീർച്ചയായിട്ടും എന്താണ്, ഓൾ ഇന്ത്യ സർവീസുകൾ അല്ലെ, IPS IFS IAS തുടങ്ങിയ ഓൾ ഇന്ത്യ സർവീസുകളിൽ ആളുകളെ നിയമിക്കുന്ന ആരാണ്, രാഷ്ട്രപതിയാണ്. ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവരെ പുറത്താക്കാനുള്ള അധികാരമാർക്കാണ്, രാഷ്ട്രപതിക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ സർവീസുകൾ കൃത്യമായിട്ട് ആരുടെ കൺട്രോളിലാണ്, അവര് സ്റ്റേറ്റുകളിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവരുടെ കൺട്രോൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് സെൻട്രലിന്റെ കയ്യിലാണ്. ഹെൻസ് ഇറ്റ് ഇസ് എ യൂണിറ്ററി ഫീച്ചർ. ഇനി നിങ്ങൾക്കറിയാം, നമ്മളുടെ ഒരു ഫെഡറൽ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി മാറിയിട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓൾ പവർഫുൾ ആയിട്ട് മാറുന്ന ഒരു സന്ദർഭമാണ് ഇത്, അടിയന്തരാവസ്ഥ സമയം. എമർജൻസി പ്രൊവിഷൻ ഉണ്ട് അല്ലെ, മറ്റേ പുതിയ ഒരു രാജ്യത്തും എന്താണ് ബേസിക്കലി ഇങ്ങനെ ഒരു എമർജൻസി പ്രൊവിഷൻ ഇല്ല, നമ്മളുടെ രാജ്യത്തുള്ളത് പോലത്തെ. അപ്പോൾ എമർജൻസി പ്രൊവിഷൻസ് അടിയന്തരാവസ്ഥയ്ക്കുള്ള അല്ലെ, 3 അടിയന്തരാവസ്ഥകൾ നിങ്ങൾക്കറിയാം അല്ലെ. എന്താണ്, നാഷണൽ ലെവലിൽ അടിയന്തരാവസ്ഥയുണ്ട്, അതുപോലെ തന്നെ പ്രസിഡന്റ് റൂൾ എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയുണ്ട്, സാമ്പത്തിക അടിയന്തരാവസ്ഥയുമുണ്ട്. ഇവയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. അപ്പോൾ എമർജൻസി പ്രൊവിഷൻസ് അപ്പോൾ തീർച്ചയായിട്ടും എന്തിനുള്ള ഉദാഹരണമാണ്, അത് ഫെഡറൽ സ്ട്രക്ചറിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ല, അതും ഒരു യൂണിറ്ററി ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ ഇതൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇവ ഓരോന്നും ഫെഡറൽ സ്ട്രക്ചർ എന്നും അല്ലെങ്കിൽ ഫെഡറൽ ഫീച്ചർ എന്നും യൂണിറ്ററി ഫീച്ചർ എന്നും അറിയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ്, നമ്മളൊരു ഫെഡറൽ സ്ട്രക്ചർ ആണ് നമ്മളുടെ പൊളിറ്റി, പക്ഷേ ഫെഡറേഷൻ എന്നുള്ള വാക്ക് എവിടെയും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. പകരം എന്താണ് ടേം യൂസ് ചെയ്തിരിക്കുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനർത്ഥം എന്താണ്, നമ്മളുടെ ഈ രാജ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് വാട്ട് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്, ബൈ ദ സ്റ്റേറ്റ്സ്, ബിറ്റ്വീൻ അല്ല ബൈ ദ സ്റ്റേറ്റ്സ് വിത്ത് ദ സെൻട്രൽ എന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് എഗ്രിമെന്റ് കാരണമല്ല ഇവര് എന്ത് ചെയ്തിരിക്കുന്നത്, സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ദീസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്സ് cannot what സിസീഡ് അല്ലെ, ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സീഡ് ചെയ്ത് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും ആശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, ഒന്നുകൂടി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സാലിയൻ ഫീച്ചേഴ്സിന്റെ അവസാനം നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ത് ചെയ്യും, നടത്തുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓ ഈ രീതിയിലാണല്ലേ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വരാൻ സാധ്യത. നമുക്ക് പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം നമുക്ക് വളരെ കൃത്യമായിട്ട് കവർ ചെയ്യാം. കാരണം എന്താണ്, ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ,
ഡിവിഷൻ ഓഫ് പവർ, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, അതുപോലെ തന്നെ എന്താ പറയുക, ജുഡീഷ്യറിയുടെ രീതി, ബൈക്യാമറലിസം, എമർജൻസി പ്രൊവിഷൻ, ഈ രീതിയിൽ നമ്മൾ ഇനി പൊളിറ്റിയിൽ അങ്ങ് കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തുടർച്ചയായിട്ട് ഇവിടെ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വരുന്ന ആശയങ്ങളും ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം, അവസാനം ഇതിൻ്റെ ഒരു എൻഡ്, ഈ സൈലന്റ് ഫീച്ചേഴ്സ് എന്നുള്ള ഈ ഒരു പരിപാടി അവസാനിച്ചിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് ഡിസ്കസും കൂടി ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ സെറ്റായി മനസ്സിൽ റിജിഡായിട്ട് എന്ത് ചെയ്തോളും, പതിഞ്ഞോളും. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നതിന് വളരെയധികം നന്ദി. നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.